ഏറ്റവും ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിയുക്ത മുഖ്യമന്ത്രി ഇവിടെ എന്റെ മാതാവിനെ കാണുവാൻ എന്റെ പിതാവിനുള്ള സ്നേഹം കാരണമാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ അതാണ് പറഞ്ഞത് അദ്ദേഹത്തിനോട്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എൻ്റെ പിതാവിന്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇന്നും അതേ സ്നേഹം ഞങ്ങളുടെ കുടുംബത്തോട് അദ്ദേഹം കാണിക്കുന്നു, അതേ കരുതൽ അദ്ദേഹം കാണിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും. കേരളത്തെ നയിക്കുവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ്. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം. അല്പം വൈകിയാലും ശരിയായ തീരുമാനം പാർട്ടി എടുത്തു. പ്രത്യേകമായ നന്ദി ഇന്ന് ഞങ്ങളെ സന്ദർശിച്ചതിൽ. എല്ലാ ആശംസകളും എൻ്റെ മാതാവ് നേർന്നു. എൻ്റെ പിതാവിനെ പോലെ തന്നെ, അതേപോലെ തന്നെ, അതേ കഴിവോടെ, അതേ പ്രാഗൽഭ്യത്തോടെ കേരളത്തെ നയിക്കും എന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. കേരള ജനതയ്ക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകമായ നന്ദി. ഞാൻ ഒറ്റയ്ക്കില്ലല്ലോ തീരുമാനം എടുക്കുന്നത്. നമുക്കൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം എല്ലാവരും ചേർന്നിട്ട് ആലോചിച്ച് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. ഞാൻ ആരുടെയും കാര്യം പറയാൻ ഒരാളല്ല, ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കുന്നത്, കൂട്ടായിട്ടാണ് തീരുമാനം എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബത്തിലേക്കാണ് എത്തിയത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണകാലമായിട്ട് ഞാൻ ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത് 2006 മുതൽ 2011 വരെ എൻ്റെ നിയമസഭാ കാലമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ നിയമസഭയിൽ എനിക്ക് കിട്ടിയ അവസരങ്ങൾ കേരളത്തിലെ ഒരു നിയമസഭാ സാമാജികനും കിട്ടാത്ത അവസരങ്ങളാണ്. ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. മന്ത്രിമാർക്കെതിരായിട്ട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചത് ഉൾപ്പെടെയുള്ള നിരവധി. അന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി സാറായിരുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ അവസരം തന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു ഞാൻ, MLA ആയിരുന്നു ഞാൻ. എന്നെ സത്യത്തിൽ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ അത് സതീശൻ അവതരിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ അത്രയും കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൊരു വലിയ നഷ്ടമായി ഞാൻ കണക്കാക്കുന്നത് മന്ത്രിയാകാത്തതല്ല. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായപ്പോൾ ആ മന്ത്രിസഭയിൽ അംഗമാകണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യണോ. ഞാൻ അദ്ദേഹത്തെ എപ്പോഴും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ്. നമ്മൾ ഒരു കാര്യം വിമർശിച്ചാൽ, ഞാൻ വിമർശിച്ചിട്ടുണ്ട് എന്നിവരോട് പറഞ്ഞു, CLP മീറ്റിംഗിൽ പറഞ്ഞു വിമർശിച്ചിട്ടുണ്ട്. അപ്പം തന്നെ അദ്ദേഹം വിളിച്ച് സംസാരിക്കാൻ ശരിയാണെന്ന് തോന്നിയാൽ അപ്പം നടപടിയാണ് എല്ലാ കാര്യങ്ങൾക്കും. ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു ഡസൻ കാര്യങ്ങളിലെങ്കിലും പരാതി പറയാറുണ്ട്. ആ ഒരു ഡസൻ കാര്യങ്ങളിലും അദ്ദേഹം ആ പരാതി അഡ്രസ്സ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തെ പോലത്തെ ഒരാൾ വഴികാട്ടിയാണ്. എങ്ങനെ സാധാരണക്കാരെ ചേർത്ത് നിർത്തണം, പാവങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം, അവരെ എങ്ങനെ സഹായിക്കും. ഒരാൾ വന്നൊരു സഹായം അഭ്യർത്ഥിച്ചാൽ അദ്ദേഹം അപ്പം മുതലേ ചിന്ത തുടങ്ങി എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന്. അതാണ് ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ കാര്യം. ഒരുപാട് പാഠങ്ങൾ, ഒരു വലിയ ലെസണാണ്, ഒരുപാട് പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. നമ്മൾ ഈ ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ പത്രാസിനിടയിൽ സാധാരണക്കാരെ മറന്നു പോകാതിരിക്കാൻ നമ്മുടെ ഓർമ്മപ്പെടുത്തലാണ് ഞാൻ സംഭവിക്കുന്നത്. ഞാനത് എൻ്റെ ഹൃദയത്തിലുണ്ടാവും. ഞാൻ ഈ വീട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ഞാൻ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെടുത്ത തീരുമാനം, അധികാരത്തിൻ്റെ പത്രാസൊക്കെ ഒരുപാടുണ്ടാവും, നിങ്ങൾക്കറിയാമല്ലോ, ഇഷ്ടംപോലെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും മറന്നു പോവുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കണം എപ്പോഴും. അപ്പോൾ നമ്മൾ മറക്കില്ല. അതാണ് എൻ്റെ അനുഭവ പാഠം. അദ്ദേഹം ഒക്കെ നമ്മുടെ മുമ്പിൽ, നമ്മളോടൊപ്പം ജീവനോടൊപ്പം ഇല്ലെങ്കിലും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ വഴികാട്ടിയായി കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഉറപ്പായിട്ട് പോകും. ഞാൻ അദ്ദേഹത്തെ തിരക്കിലാണ്, അല്ല ഇന്നില്ല, ഞാൻ അദ്ദേഹം തിരക്കിലാണ്. എനിക്ക് ഫോണിൽ കിട്ടിയിട്ടില്ല. ചോദിച്ച് അദ്ദേഹത്തിൻ്റെ സൗകര്യം നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ സമയം നോക്കി അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി കാണാം. സത്യപ്രതിജ്ഞയ്ക്ക് വിജയ് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരുണ്ടാവുമോ? അതെ, ദേശീയ നേതൃത്വമാണ് അവരെല്ലാം ബന്ധപ്പെടുന്നത്. ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റും ശ്രീ പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. 18-ാം തീയതി രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. അവരെല്ലാം കോൺഗ്രസ് നേതാക്കളെല്ലാം പങ്കെടുക്കും. ബാക്കിയുള്ള മറ്റുള്ള മുഖ്യമന്ത്രിമാരെ മറ്റും കോർഡിനേറ്റ് ചെയ്യുന്നത് AICCയുടെ നേതൃത്വമാണ്. അവരതനുസരിച്ചിട്ട് അതിലേക്ക് എല്ലാവരും എത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.